എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നെല്ലിക്ക കൊണ്ടൊരു കിടിലൻ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ നെല്ലിക്കയെല്ലാം കഴുകി നല്ലപോലെ വാഷ് ചെയ്തിട്ട് തുടച്ചെടുക്കണം. വെള്ളമൊന്നുമില്ലാതെ ഡ്രൈ ആക്കി എടുക്കണം. ഇത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം നമ്മൾ മാറ്റിയെടുത്തതിന് ശേഷം അങ്ങനെ തുടച്ച് ഡ്രൈ ആക്കിയിട്ടുള്ള നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ഉരുളി എടുത്ത് ബർണറിലോട്ട് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ നല്ലെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തോളൂ. നമ്മളിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ഈവനായിട്ട് അത് വെന്ത് ഫ്രൈ ആയി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഫർദർ ഇതിൽ മസാലകളൊക്കെ ചേർക്കാനായിട്ട്. നെല്ലിക്ക ഏതാണ്ട് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. അത് നോക്കാനായിട്ട് സ്പാറ്റില കൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതങ്ങ് പൊളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതായിട്ടുണ്ടെന്നാണ്. പക്ഷേ കൈ കൊണ്ട് ചെയ്യാൻ നല്ല ചൂടുണ്ടാവും കേട്ടോ. ഇപ്പോൾ സ്പാറ്റില കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബേർണർ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. ആ ചൂടൊക്കെ ഒന്ന് പോട്ടെ. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ കുരു മാറ്റിയെടുക്കാനായിട്ട്. അപ്പം വെയിറ്റ് ചെയ്യാം. നെല്ലിക്ക ചൂടൊക്കെ പോയി കാണും. പിന്നെ നമുക്ക് ഇതിനുള്ള കുരു ഒന്ന് വേർപ്പെടുത്തിയെടുക്കണം. അതിനായിട്ട് നെല്ലിക്ക പിടിച്ചങ്ങ് പ്രസ് ചെയ്തേച്ചാൽ മതി. കുരു ഈസി ആയിട്ടങ്ങ് വേർപ്പെട്ട് പോരും. അപ്പോൾ ഈ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ എല്ലാം തന്നെ കുരു എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിൽ മസാലയൊക്കെ ഇട്ട് അച്ചാറിൻ്റെ മസാലയൊക്കെ ചേർത്ത് ശരിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. നെല്ലിക്കയിലെ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക വറുത്ത ഉരുളിയുണ്ടല്ലോ, അത് വീണ്ടും എടുത്ത് ബേർണറിലോട്ട് വയ്ക്കാം. എന്നിട്ട് അതിലോട്ട് 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. മാറിപ്പോരുത് കേട്ടോ, ടേബിൾ സ്പൂണാണേ, ടീസ്പൂൺ അല്ല. 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചോളൂ. അതിലോട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിരിക്കട്ടെ ബേർണർ. ഉലുവ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് 100 ഗ്രാം മുളക് പൊടി, ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഒരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതോടുകൂടി ആ പച്ച സ്മെല്ലുണ്ടല്ലോ, പച്ച ടേസ്റ്റ് മുളകിൻ്റെയും ഉലുവയുടെയും ഒക്കെ മാറിക്കിട്ടും. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക, മസാലയൊക്കെ യോജിപ്പിക്കുക. നല്ല ഈവനായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് ആറ്റി വയ്ക്കുക കേട്ടോ. അങ്ങനെ ഇതിലോട്ട് നമ്മൾ ഒരു 200 ml വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്.
ഇനി ഇത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് പോലെയാണ് കേട്ടോ. നല്ലപോലെ അച്ചാറിൽ ഗ്രേവി പോലെ വേണം, വെള്ളം പോലെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൂടുതൽ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ചൊരു ഡ്രൈ ടൈപ്പുള്ള അച്ചാറാണ് പ്രിഫർ ചെയ്യുന്നത്, അതുകൊണ്ട് വളരെ മിനിമലായിട്ടേ വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു ടോട്ടൽ ഒരു 400 ml വെള്ളമാണ് ഞങ്ങളിതിൽ ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക, ഈവനായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ബേർണറൊക്കെ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഈ അച്ചാറിന് അതിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ട് നമുക്കൊരു 4 ദിവസം വെയിറ്റ് ചെയ്യാം. അതോട് കൂടിയിട്ട് ഈ നെല്ലിക്കയൊക്കെ സോഫ്റ്റ് ആവും, മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.